നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മൻസൂർ അലി സാർ മനോരമയ്ക്ക് നൽകിയ അടുത്ത ടോപ്പിക്കാണ് ദേശീയ ചിഹ്നങ്ങൾ. അപ്പൊ ദേശീയ ചിഹ്നങ്ങളെ പറ്റി എന്തൊക്കെ ചോദ്യങ്ങളാണ് അദ്ദേഹം നൽകിയതെന്ന് നോക്കാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ പറ്റിയാണ് ചോദ്യങ്ങൾ നൽകിയിരിക്കുന്നത്. അപ്പൊ വന്ദേ മാതരം അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി മാസം 24-നാണ് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്. രചിച്ചത് ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. വന്ദേ മാതരം എടുത്തിരിക്കുന്ന കൃതി ആനന്ദമഠം. ആനന്ദമഠം ഒരു നോവലാണ്. ബംഗാളി ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. സാഹചര്യം, ആനന്ദമഠം രചിക്കാനിടയായ സാഹചര്യം സന്യാസി കലാപം. സന്യാസി കലാപത്തെ ഇതിവൃത്തമാക്കിയാണ് ആനന്ദമഠം എന്ന നോവൽ രചിച്ചിരിക്കുന്നത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റൊരു നോവലാണ് ദുർഗേശ നന്ദിനി. ദുർഗേശ നന്ദിനിയാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നോവൽ. ഇംഗ്ലീഷ് തർജ്ജമ നിർവഹിച്ചത്, വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് തർജ്ജമ നിർവഹിച്ചത് അരവിന്ദ ഘോഷാണ്. സംഗീതം നൽകിയത് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത്. ആദ്യമായി ആലപിച്ചത് 1796 കോൺഗ്രസിന്റെ കൽക്കട്ട സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായി ആലപിച്ചത്. അപ്പൊ ഇത്രയാണ് വന്ദേ മാതരത്തെ പറ്റി അദ്ദേഹം നൽകിയ ചോദ്യങ്ങൾ. അടുത്തതായിട്ട് ദേശീയ ചിഹ്നം അശോക സ്തംഭം. ദേശീയ ചിഹ്നമായ അശോക സ്തംഭത്തെ പറ്റി എന്തൊക്കെ ചോദ്യങ്ങളാണ് നൽകിയെന്ന് നോക്കാം. അശോക സ്തംഭം അംഗീകരിച്ചത് 1950 ജനുവരി മാസം 26-നാണ്. കണ്ടെടുക്കപ്പെട്ട സ്ഥലം ഏതാണ്? യുപിയിലെ സാരനാഥിലെ അശോക സ്തംഭത്തിലാണ്. അപ്പൊ അശോക സ്തംഭം ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് 1950 ജനുവരി മാസം 26. കണ്ടെടുക്കപ്പെട്ട സ്ഥലം യുപിയിലെ സാരനാഥിലെ അശോക സ്തംഭം. അശോക സ്തംഭത്തിലെ ആകെ മൃഗരൂപങ്ങൾ 4 സിംഹങ്ങളുണ്ട്. താഴെ കുതിരയെ കാണാൻ സാധിക്കും, കാളയെ കാണാൻ സാധിക്കും, ആനയുണ്ട്, സിംഹമുണ്ട്. അപ്പം 4 സിംഹങ്ങൾ 4 ദിശയിലേക്ക് നിൽക്കുന്നു. കൂടാതെ താഴെ കുതിര, കാള, ആന, സിംഹം എന്നിവയാണ് മൃഗങ്ങൾ. ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം ഏതാണ്? സത്യമേവ ജയതേ. ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ വാക്യം കടമെടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നിട്ടാണ്. കേരള ഹൈക്കോടതിയുടെ കവാടത്തിൽ എഴുതി വച്ചിരിക്കുന്ന വാചകവും ഏത് തന്നെയാണ്? സത്യമേവ ജയതേ എന്ന് തന്നെയാണ്. അടുത്ത ടോപ്പിക്ക് ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ അംഗീകരിച്ചത് 1972-ലാണ്. അതുവരെ ഇന്ത്യയുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു. കടുവ സംരക്ഷണത്തിന് പ്രോജക്ട് ടൈഗർ നടപ്പിലാക്കിയ വർഷം 1973. കടുവയുടെ ശാസ്ത്രീയ നാമം എന്താണ്? പാന്തേറ ടൈഗ്രിസ് എന്നതാണ് കടുവയുടെ ശാസ്ത്രീയ നാമം. അടുത്തതായി ദേശീയ കലണ്ടർ. ഇന്ത്യയുടെ ദേശീയ കലണ്ടറാണ് ശകവർഷം. ശകവർഷത്തെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് 1957 മാർച്ച് മാസം 22-നാണ്. ആരംഭിച്ചത് കനിഷ്കനാണ് AD 78. ശകവർഷത്തിലെ ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവും ആണ്. അപ്പൊ ശകവർഷത്തെ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ചത് 1957 മാർച്ച് മാസം 22-നാണ്. കനിഷ്കൻ AD 78-ലാണ് ശകവർഷം ആരംഭിച്ചത്. ആദ്യ മാസം ചൈത്രവും അവസാന മാസം ഫാൽഗുനവും ആണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് അടിപൊളി ക്ലാസ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ടോപ്പ് എഡ്യൂക്കേറ്ററായ സൂപ്പർ ട്രെയിനറായ മൻസൂർ അലി സാർ അടക്കമുള്ള എഡ്യൂക്കേറ്റേഴ്സ് ആണ് അൺഅക്കാഡമിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. അൺഅക്കാഡമി കേരള PSCയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് 40 മണിക്കൂർ ഡെയിലി ക്ലാസ്സസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. 3500+ കോഴ്സസ്, 30-ലധികം ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ്, ഡെയിലി ടെസ്റ്റ് സീരീസ് വിത്ത് ലൈവ് സ്കോഴ്സ്. അപ്പൊ അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് കണ്ടന്റ് കാണണമെന്നുണ്ടെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് യൂസ് ചെയ്യുക. പെയ്ഡ് ക്ലാസ്സസ് കാണണമെങ്കിൽ ടിപ്സ് ആൻഡ് ട്രിക്സ് തന്നെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ്. എങ്ങനെയാണ് ഫ്രീ ആയിട്ടുള്ള കണ്ടന്റ്സ് എൻറോൾ ചെയ്യുന്നത് എന്ന് പറയാം. അൺഅക്കാഡമിയുടെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക.
കോഴ്സിന്റെ അവിടെ കേരള PSC എന്ന് ചൂസ് ചെയ്യുക. അതിൽ ഫ്രീ ലൈവ് ക്ലാസ്സസ് സ്ക്രീനിൽ കാണുന്നത് പോലെ ഫ്രീ ലൈവ് ക്ലാസ്സസ് എടുക്കുകയാണെങ്കിൽ നിങ്ങളോട് ഇവിടെ ഒരു കോഡ് ചോദിക്കും. ഞങ്ങളുടെ റെഫറൽ കോഡായി ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് കണ്ടന്റ്സ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അൺഅക്കാഡമി പ്ലസിനെ പറ്റി പറഞ്ഞാൽ പ്ലസിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർഡ് ക്ലാസ്സസ് ആണ് പോകുന്നത്. എല്ലാം ഇപ്പോൾ ഒരു എക്സാം വന്നു കഴിഞ്ഞാൽ അതിന്റെ അവരൊരു സ്റ്റഡി പ്ലാൻ തരും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ 90 days 120 days കറക്റ്റ് ആയിട്ട് സിലബസ് ഓറിയന്റഡ് ക്ലാസ് എടുക്കുന്നതാണ്. ലൈവായിട്ട് ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ട്. അപ്പോൾ പ്ലസ് ആക്സസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ അൺഅക്കാഡമിയിൽ 12th ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടി ഒരു 60 day ബാച്ച് കോഴ്സ് നടക്കാൻ പോവുകയാണ്. February 1 മുതലാണ് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ബാച്ച് കോഴ്സ് ഓൺലി ഓൺ അൺഅക്കാഡമി പ്ലസ്. അപ്പം അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു തരാം. അൺഅക്കാഡമി ഡൗൺലോഡ് ചെയ്ത ശേഷം കേരള PSC ചൂസ് ചെയ്യുക. അതിലെ പ്ലസ് എന്ന ഓപ്ഷൻ എടുക്കുക. ഗെറ്റ് സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ റെഫറൽ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഏത് പ്ലാനാണോ അതിന് 10% കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രം കൊടുത്താൽ മതിയാകും. ഒറ്റയടിക്ക് പൈസ കൊടുക്കാനില്ലാത്തവർക്ക് EMI ഓപ്ഷൻസും അവൈലബിൾ ആണ്. ഞങ്ങളുടെ റെഫറൽ കോഡ് മറക്കാതിരിക്കുക, ടിപ്സ് ആൻഡ് ട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദേശീയ ചിഹ്നങ്ങൾ എന്ന ടോപ്പിക്കിനെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള ക്യാപ്സ്യൂളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്